വൃത്തികെട്ട സ്വഭാവത്തിന് ഒന്നിനും ആക്കരുത്. ഇവനായിക്ക് എന്നാ വിശേഷം? അവിടുന്ന് കണ്ടപ്പം പറഞ്ഞു അവർക്ക് ഇരിക്കാനുള്ള ഒക്കെ കൊടുക്കാൻ. എളുപ്പമാണല്ലോ. സുഖമാണോ? മറ്റേ കൊണ്ട് പോകാൻ സുഖമാണല്ലോ. ഞാൻ ഇപ്പം വലിയ തടസ്സം കൂടാതെ പോരാ പറ്റുമോ? അതെ അതെ, ഒരു കുഴപ്പമില്ല. പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. ഓർമ്മ പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് സിസ്റ്ററെ, ഈ സിസ്റ്ററിനെ അറിയുവോ? ഈ സിസ്റ്ററിനെ അറിയുവോ? അതെ, കണ്ട് എനിക്ക് പക്ഷേ ഇപ്പൊ ഇച്ചിരി തടി വെച്ചിട്ടുണ്ടല്ലേ. അന്ന് ഇച്ചിരി ക്ഷീണിച്ചായിരുന്നു. ജിൻസിയോ അല്ലേ? ആ, പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് വന്നാണോ? ഇത്ര ദിവസമായില്ല. ഒരു മാസം. പക്ഷെ ഞാൻ പള്ളി വെച്ചേ കഴിഞ്ഞ ദിവസം കണ്ടേ. എനിക്ക് എന്റെ ദൈവമേ, എനിക്ക് നല്ല മുഖപരിചയാണല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് പിടി കിട്ടിയില്ല. വേദനയ്ക്ക് പോകുന്നു. പ്രാർത്ഥന ആയില്ല, സമയമായില്ലല്ലോ. ആ, അപ്പുറത്തെ മടത്തി എനിക്കെന്താ കുട കൊണ്ടുവന്നില്ല. പള്ളിയിലെങ്ങാനും വിളിച്ച് മറന്നു പോയോ? എടാ, നീ കുട കൊണ്ടുപോയതാ? ഇല്ല, അവന്റെ കുടതാ. ഇവര് ഞാനോ കൊണ്ടുപോണത്. പക്ഷെ എവിടെയോ കുട എന്നെ പോയിട്ടുണ്ട്. ഇവിടെ ഇല്ല. അല്ല, ഈ കുട ഇവിടുത്തെയാണോ? ആ കുട എന്റെ ഇവിടെ തന്നെയാണ്. ഞാനത് കണ്ടപ്പോ ഓർത്തെ ഇത് എന്റെ കുടയുടെ കാല് പോലെയാണല്ലോ ഇരിക്കുന്നതിന്. അപ്പൊ പലർക്കും കാണാൻ മേലെ, എനിക്ക് തന്നെ അത് തന്നെ കാണണമെന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. അമ്മയുടെ കൂടെ പേരില്ലേ? പേരുണ്ടോ? അതിലുണ്ടോ പേര്? ഇതേലില്ല. പള്ളി വെച്ചാണ് മറന്നുപോയത്. ഞാൻ ഒന്ന് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നായിരുന്നു. എന്നാ പ്രാർത്ഥനയുടെ അവിടെ നിന്ന് എടുത്തില്ല. വേറെ എങ്ങും പോയില്ല. ഇന്ന് ഞാൻ പള്ളിയിൽ പോയുമില്ല. പ്രാർത്ഥനയ്ക്ക് ഞാൻ വന്നായിരുന്നു. അത് ഞാൻ പാൽ അവിടെ കൊടുത്തായിരുന്നല്ലോ. അപ്പം പാലും പാത്രവും മേടിച്ചോണ്ട് ഞാൻ അവിടെ പോരുവല്ലേ. കൊണ്ടുവന്നില്ല. പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ കുട കൊണ്ടുവന്നു. പക്ഷെ തിരിച്ച് ഞാൻ കുട കൊണ്ടുവന്നോ ഇല്ലയോ എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഇന്നലെ ഞാൻ നോക്കട്ടെ. ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ഈ തട്ടയിൽ ഇട്ടേക്കേ ഉള്ളൂ, അല്ലെങ്കിൽ വായിനകത്താ. അതാ ഞാൻ ഇവരോട് ഓർത്തി ഇവ പോയപ്പോ കൊണ്ടുപോയോ എന്നുള്ള രീതിക്ക് ഞാൻ ചോദിച്ചത്. ഇല്ല സിസ്റ്ററെ, അവിടെ ഒന്ന് അന്വേഷിക്കാൻ വരായിരുന്നോ? അവരുടെ വീട്ടിലെ അന്വേഷിക്കാൻ വരായിരുന്നോ? അടുത്ത നമ്പർ ഉണ്ടോ? ആ, ഉണ്ട്. അല്ല, അവിടുത്തെ നമ്പറാണെങ്കിൽ കുട പേര് കാണാം. അകത്ത് എഴുതിയേക്കുന്നത് കാണി ശ്രദ്ധിക്കലായിരിക്കും. അകത്ത് എഴുതിയേക്കുന്നുണ്ട്, ശ്രദ്ധിക്കലായിരിക്കും. ഞാൻ ബാഗിനകത്തേക്ക് കുട വെക്കും, അല്ലെ തട്ടയിൽ ഇടുക ചെയ്യുന്നേ. ഇനിയോട്ടെങ്ങും പോകാൻ ഇറങ്ങിയില്ല. ഈ കയ്യില് മാതം ഉള്ളത് കൊണ്ടാണ്. ആ, ചോദിച്ചു നോക്കട്ടെ. പക്ഷെ ഇവിടെ ഉണ്ടെങ്കിൽ അവര് വിളിച്ച് പറയേണ്ടതാണല്ലോ. പേര് വന്നു, ആരുടെയാന്ന് അറിയത്തില്ലായിരിക്കും. അഞ്ചു മണിക്ക് സമയമായില്ല. സന്ധ്യ ആകുന്നില്ലേ ഉള്ളൂ. സന്ധ്യ ആകുന്നില്ലേ ഉള്ളൂ. കണ്ടില്ലേ, ഇട്ടി വരുന്നല്ലേ ഉള്ളൂ. ബ്ലോക്കെ നോക്കിയേ, 6:45 ഉള്ളൂ. ചോദിക്കട്ടെ, ഇങ്ങനെ വിളിച്ചു ചോദിക്കാം. എടുക്കുന്നില്ല. മാറി എടുത്തോണ്ട് പോയി. എന്നാലും ഒരെണ്ണോടെ മിച്ചം വരണ്ടേ?
ആരെടുത്താലും മിച്ചം വരണ്ടേ? ഈ മൂഴൂരുണ്ടല്ലോ കുറെ ഞാറുകുളംകാര്. മൂഴൂരോ? അത് ഞായറുകുളം. പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഞായറുകുളം. ഞാറുകുളമല്ല, ഞായറുകുളം. ഇത് ഞാറുകുളം. അവിടെ ഒരു പോലീസുകാർ SI ചെയ്യേണ്ടൊക്കെ ഉണ്ട്. ഒരു SI ഒക്കെ ഉണ്ടല്ലേ? SI ഒക്കെ ഉണ്ട്. ആണോ? അതെ, ഇവിടെ തൊടുപുഴയുണ്ട്. അത് ഞായറുകുള. സിസ്റ്റർ നേരം കുട കൊണ്ടുവന്നില്ലായിരുന്നോ? ഞാൻ കൊണ്ടുവന്ന കുടയെ ആരോ മാറി എടുത്തു. ഈ കുടയാണ് ഇരുന്നേ. പക്ഷെ എന്നാലും ഒരു കുടയും കൂടെ വരുന്നല്ലോ. ഞാൻ കുട കൊണ്ടുപോയതായിട്ട് എനിക്കറിയാം, പക്ഷെ കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് സംശയം. അതെ, അതിലെ കുട. അപ്പൊ ഞാൻ സിസ്റ്ററിന്റെ കൂടെ അവിടെ പോയി. തോട് വന്നിരിക്കുന്ന ഇത്ര 10 വീട്ടിലെ ആൾക്കാരല്ലോ. അങ്ങേയറ്റത്താ ഇരുന്നത്. അങ്ങേയറ്റത്തു നിന്നാണോ കുട കിട്ടിയെന്നൊന്ന് ചോദിക്കട്ടെ. ഇലാം ചേച്ചി എടുത്ത് തന്നാണോ? ഇലാം ചേച്ചി എടുത്ത് തന്നാണോ? ഒരു മഠത്തിലോട്ട് പോകും. മഠത്തിൽ പോവും. മഠത്തില് മഠത്തിലേക്ക് അതെവിടെയാ ഇപ്പം മഠം? ഇത് നമ്മുടെ ഓട്ടോപ്പുറല്ലേ? നമ്മുടെ അപ്പുറത്തല്ലേ? ഇവിടെയാണോ? ആ, അതിന്റെ പേരെന്നാ? പെപ്സി കോൺവെന്റ്. അമ്മ എപ്പോഴും പറയുന്നതാണല്ലോ സിസ്റ്റർമാരിൽ. ആ, തിരുവാരത്തെ കോൺവെന്റ്, SC കോൺവെന്റ്. മഠത്തിനൊക്കെ പേരങ്ങനെയായിരുന്നു. ആ, ഒരാണ്ട് പോകും. ആ, ഒരു പോവാ. കുടയും കൊണ്ട് വന്നല്ലേ? പള്ളിയിലോട്ടോ ജോമോള് കുട മറന്നു വെച്ച് പോയി. പ്രാർത്ഥനയ്ക്ക് പോയെടുത്ത്. അതെന്നെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഞാൻ അവിടെ ലീലാമ്മ ചേച്ചിയുടെ അടുത്ത് പോയി. ഞാൻ പാലും പാത്രം മേടിക്കാൻ വേണ്ടി പോയി. അതാ പറ്റിപ്പോയത്. അല്ല നേരെ ഇങ്ങനെ പോരുമായിരുന്നെങ്കിൽ കുട എടുത്തോണ്ട് ഞാൻ ഇങ്ങനെ പോന്നേനെ. ഇത് പാലും പാത്രം മേടിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി പോയി. എന്നിട്ട് അവിടെ വെച്ച് നേരെ സംസാരിച്ച് മരിച്ചെടുത്ത് പോവാന്നൊക്കെ പറഞ്ഞേച്ച് ഞാനിങ്ങനെ പോരുവായില്ലേ. കുട എടുത്തില്ല, മറന്നുപോയി. ഇന്ന് നാളെ ഞാൻ രാവിലെ പോകാൻ നേരത്ത് കുട തപ്പുമ്പോഴാണ് എന്റെ കുട ഇല്ലെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ലീലാ ചേച്ചി സിസ്റ്റർ അല്ല, ഈ കുട സ്ഥിരം കണ്ടിരുന്ന കൊണ്ട് ലീലാ ചേച്ചി എടുത്ത് കൊടുത്താ. കുട ചോദിച്ചാണ് അവിടെ വല്ല കുടയുണ്ടോന്ന്. അപ്പൊ ലീലാമ്മ ചേച്ചിക്ക് ഈ കുട കിട്ടി. അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, ഇത് എടുത്തു കൊടുത്തു. അപ്പൊ ഇത് സിസ്റ്ററിന്റെ കുടയല്ല, സിസ്റ്ററിന്റെ കുട പേരുണ്ട്. പിന്നെ സിസ്റ്ററിന്റെ കുടയോടെ പോയി. ശരിയാണല്ലോ. ആ കുടയോടെ പോയി. കുടയോടെ പോയി. അവിടെ വന്നവരോടൊക്കെ ചോദിക്കട്ടെ അല്ലേ. ഒരു കുട എല്ലാവരും മിച്ചം വരണ്ടേ? ഇപ്പൊ അറിയാൻ എടുത്തോണ്ട് പോയോ? ആ, എന്റെ കൂടെ എന്നായാലും ഇവിടെ ഇല്ല. ഞാൻ ഒന്നെങ്കിൽ ബാഗില തട്ടയിലുമായിരുന്നു. ഇപ്പൊ ഇവിടെ വരുന്ന ആർക്കും കുട എടുത്തോണ്ട് പോകേണ്ട ആവശ്യമുള്ളവരല്ലല്ലോ. പക്ഷെ ഇതുപോലെ കാലുള്ള കുട ഉണ്ട്. പള്ളിയിൽ വെച്ചിട്ട് എനിക്ക് അബദ്ധം പറ്റിയ പോലെ ആയിരുന്നു. ഞാൻ 2 പ്രാവശ്യം നോക്കി. എന്ന് പറഞ്ഞാല് ഒരു കുട അലസറുണ്ടല്ലേ? ആ, അവരവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് ചോദിക്കേ. അത് വിളിച്ചിട്ട് പറയും. സെയിം കുട എല്ലാവരുടെയും ഓരോ കുട ഉണ്ടാകുമായിരിക്കുമല്ലോ. നീ അറിയാതെ കുട കൊണ്ടുവരാത്തവരും എടുത്തോണ്ട് പോയെങ്കിലേ ഉള്ളൂ. അങ്ങനെ വല്ലതും വന്ന് സംഭവിച്ചു. അറിയാതെ ഈ സെയിം കുട ഉള്ളവരെ. ഇത് എന്റെ കുടയല്ലല്ലോ ജോമോനെ. ഇത് എന്റെ കുടയല്ല. അല്ല, എന്റെ കുടയുടെ കാലിതാ. പക്ഷെ എന്റെ കുട അങ്ങനെയാണോ? കോപ്പിയാണോ? കാല് മാത്രം എനിക്ക് കറുത്ത കുടയുവാന്ന് എനിക്കറിയാം. പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ. പിന്നെ ചൂടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് എന്റെ കുടയുടെ ഒരു സംതൃപ്തി എനിക്ക് വരുന്നില്ല. ഈ കുടയല്ല ഞാൻ പിടിക്കുന്നത്. വിമാനം ഒന്ന് വന്ന് നോക്കിക്കട. ഇവര് ഈ കുട എടുത്തോണ്ട് പോണതാ. ഇന്ന് നോക്കിയാ മതി ഈ കുട തന്നെയാണോ? ആ കുട ഇത് തയ്ച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, ഇവിടെ എങ്ങനെ ഉണ്ടോ നോക്കി നമ്മുടെ കുട. നീ അല്ല കുട തന്നെ നീ കൊണ്ടുപോയിട്ട് കൈ മൃഗയുടെ വന്നു അല്ലേ? ഞാൻ ചോദിക്കുമ്പോ ഇതുകൊണ്ട് പാലും പാത്രം കൊണ്ടാവുന്നത്. ശരിയാ. ഇപ്പൊ എല്ലാവർക്കും മറവിയാ. എല്ലാവർക്കും മറവിയാന്നേ. എല്ലാവർക്കും മറവിയാന്ന്. മറവി. ആ, കുടയൊക്കെ മറന്നു വെച്ചിട്ട് പോരൂല്ലേ? മന്ദബുദ്ധിയാവോ? മന്ദബുദ്ധി മറന്നു മന്ദബുദ്ധിയാവോ? നല്ല തെളിഞ്ഞ അത് കൊടുക്കും. അത് കൊണ്ട് നടന്ന് കണ്ടതെല്ലാം പറഞ്ഞും പെറക്കിയും എല്ലാം കുഴച്ച് കളി. പിന്നെ അത് മന്ദബുദ്ധിയാവും. അത് ഈ മന്ദബുദ്ധിയായിപ്പോ? അയ്യോ, അങ്ങനെയൊന്നും ആയില്ല. പലയിടത്തും അങ്ങനെ പഴയ കാലത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. ആ, അങ്ങനെ മന്ദബുദ്ധിയായി പോയിട്ടുണ്ടോ? അവരെവിടെ പ്രാർത്ഥിക്കാൻ പോയാലും അവർക്കൊരു ഇതുമില്ല. അങ്ങനെയൊക്കെയാണ് അതൊക്കെ പോയിട്ട്. ഇപ്പൊ അങ്ങനെ അത്രയും ഇല്ല കേട്ടോ. അന്നൊന്ന് പറയുമ്പോ ചൂടനേരം ഒന്നും അറിയത്തില്ല. ഒന്നിനും അച്ഛന്മാരെ അറിയത്തില്ല, സിസ്റ്റർമാരെ അറിയത്തില്ല. അവര് പറയണ എന്നാ ചെയ്യുന്നല്ലാന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനത്തെ മനുഷ്യരാണ്. അത് പ്രായത്തിലല്ലോ.
നോക്കിയതിന് ഇത് നമ്മുടെ അത് കാരണം അന്നങ്ങനെ അധികം പേരൊന്നും അങ്ങനെ പങ്കെടുക്കാൻ പോകില്ല. ഒന്നോ രണ്ടോ മൂന്നോ പേരോ. എന്റെ സിസ്റ്റർ ഇവിടെ ഇരുന്ന സിസ്റ്ററാ. ഇപ്പം ആരും വരാനില്ലെന്നാ തോന്നുന്നത്. ആട്ടിലടുത്തും ഇങ്ങനെ വരാനില്ലേ? അമ്മ രാവിലെ പോലും നോക്കിയിരുന്ന ആള് വന്നല്ലേ? ആരാ വരാനുള്ള? അമ്മ രാവിലെ പോലും ആരും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമല്ലായിരുന്നോ? രാവിലെ മുതലേ ആരും വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കുമല്ലോ. അല്ലാതെ നമുക്ക് ഇത്രയില്ല, നേരമായില്ല. ഇനിയിപ്പം വരുമോ? വന്നു പോയില്ലേ? രാവിലെ വരും ഒരുമാതിരിക്കാരൊക്കെ. വൈകുന്നേരം സിസ്റ്ററിന് കുട പോയതുകൊണ്ട് കുടയായിട്ട് വന്നല്ലേ? സിസ്റ്ററിനെ കുട പോയി, 2 കുട മാറിപ്പോയി. എവിടെയാ കിടക്കണേ? കിടക്കാൻ സമയമായില്ലല്ലോ, പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥന ഇല്ലിട്ട് കിടക്കണം. സമയം ഒത്തിരിയായി. സമയമൊന്നും ആയില്ല, സമയം സന്ധ്യാവുന്നല്ലോ. വേണ്ടില്ലേ? ഇരുട്ടി വരുന്നേ ഉള്ളൂ. വെട്ടം വന്ന് നമുക്ക് ഇവിടെ അറിയത്തില്ല. അവര് ഇപ്പൊ അറിയത്തില്ലായിരിക്കും, ചിലപ്പോ നോക്കിയായിരിക്കും. ചിലപ്പോ എല്ലാവരും സമയം ഇത്രയായില്ല, ഇനി കിടക്കാം. എനിക്ക് തോന്നുന്ന ആരെങ്കിലും കുട കൊണ്ടുവരാത്തവരാരെങ്കിലും, അന്നേരം മഴയില്ലായിരുന്നല്ലോ, കുട കൊണ്ടുവരാത്ത ആരെങ്കിലും മാറി. ഞാൻ ഇരുന്നെടുത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു അറിയോ? ഞാൻ ഒരു ഇതുപോലത്തെ ഒരെണ്ണത്തല്ല ഇരുന്നത്. എന്റെ ഇപ്പുറത്ത് ഇതുപോലെ വലിയ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഷൈനി ഉണ്ടായിരുന്നു, മോളി ചേച്ചിയുണ്ട്, ലിസി ചേച്ചിയുണ്ട്. അവര് 3 പേരും ഇരുന്നു. ഞാൻ ഇപ്പറേം ഒരാൾ ഇരുന്നു. ഞങ്ങൾ 4 പേരാ ഉണ്ടായിരുന്നത്. ഇങ്ങേ സൈഡിലാണ് സിസ്റ്റർമാർ ഇരുന്നത്. പിന്നെ ഇപ്പുറത്ത് കസേര ഇട്ടിട്ട് അവര് വീട്ടിലുള്ളവരും ഇരുന്നു. ബാക്കി സൈഡിലൊക്കെ അപ്പുറത്തൊക്കെ ആന്റിയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ പോയി കുട എടുത്തോണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഞങ്ങൾ മഴയില്ലല്ലോ, ഇങ്ങനെ തന്നെ വെച്ചിരിക്കുവല്ലേ. അപ്പൊ അത് ആരെങ്കിലും ഇത് വെച്ചിരുന്നത് ആരെങ്കിലും അറിയാതെ കുട അവിടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങ് പോയത് അടുക്കളയിലോട്ട്. അവസാനാണ് ഞാൻ പോകുന്നത്. ഇവരെല്ലാരും പോയി കഴിഞ്ഞ അവസാനാണ് ഞാൻ പോകുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ കുട എടുത്തിട്ടില്ല. മാറി എടുത്തിട്ടുണ്ടാവും, 2 കുട മാറിപ്പോയിട്ടുണ്ടാവും. സ്ഥിരം കൊണ്ടുവന്ന കുടയാന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി കാണും. അല്ല ഇങ്ങനെ അല്ലേ? അമ്മ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മന്ദബുദ്ധികളായി പോകുന്നു പറഞ്ഞു. ഇങ്ങനെ ഓർമ്മയില്ലാതെ പോയി. ഇപ്പൊ എല്ലാരും പോയി ഒന്ന് കിടക്കുന്നു. ആരും വെക്കാറാൻ പോയിട്ട് പിന്നെ പ്രാർത്ഥനയുടെ ആ സ്ഥലത്ത് തന്നെ വിവരങ്ങൾ പറയണം ഓരോരുത്തരെ. പള്ളി കയറിയപ്പോഴാണ് ഞാൻ കുട എടുക്കാൻ മറന്നുപോയില്ലേ, അവിടെ വെച്ചേച്ച് പോകുന്നു. അവിടെ പേര് കൊടുത്തേക്കാം. അങ്ങനെ അമ്മയെന്ന് പറഞ്ഞു പറഞ്ഞ് വരാനില്ല. വാതിലൊക്കെ അടച്ചിട്ടേക്കും. വാതിലടക്കാറായോ? പറയില്ല. ഇത് സന്ധ്യയായില്ലേ? ഇരുട്ടായി. ഇരുട്ടായത് ഇരുട്ടാവുകയും ചെയ്ത് സമയം ഒത്തിരിയായി. സമയം ഒത്തിരി ഒന്നും ആയില്ല, ഇനി അധികം സമയമില്ല. ഇരുട്ടായതേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു കന്യാസ്ത്രീമാര് വേറെ വല്ലയിടത്തും പോയി വെച്ചോന്നറിയാവോ? കൊടാ കാറയില് കേറി പോയായിരുന്നു ബാബു സാറിന്റെ ഇവിടെ മരിച്ചെടുത്ത്. അപ്പൊ കാറേ വെച്ചിട്ട് എടുക്കാൻ മറന്നു പോയെങ്കിലോ? അവിടെ തന്നെ വെച്ചാ മറന്നു പോയെന്ന് അറിയാവോ? കിടക്കുവാണെ എല്ലാരും ഞാൻ കുട തപ്പാൻ പോണ നാളെയാ. മനസ്സിലായോ? നാളെ പള്ളി പോകുന്നത് കുട തപ്പുമ്പോഴാണ് കുട കണ്ടില്ലെന്ന് വരുന്നത്. അപ്പൊ ഞാൻ ലാസ്റ്റ് എവിടെയാ കുട കൊണ്ട് പോയെന്ന് ഞാൻ നോക്കൂ. അപ്പൊ എനിക്ക് മനസ്സിലാവും പ്രാർത്ഥന സ്ഥലത്താ കുട കൊണ്ടുപോയി. അപ്പൊ അവിടെ ഞാൻ വിളിക്കും. എനിക്ക് ഓർമ്മയൊക്കെ വരും. സിസ്റ്റർ അവിടെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അതായിരിക്കും പറഞ്ഞേ, സിസ്റ്റർ അവിടെ ആയിരിക്കും കൊണ്ടുവന്ന അവസാനം. കിടക്കാൻ സമയമായില്ലല്ലോ. പ്രാർത്ഥന ചെല്ലണ്ടേ? പ്രാർത്ഥന ചെല്ലണ്ടേ? കൊന്ത ചെല്ലണ്ടേ? ആര്? നേരത്തെ എല്ലാം ഇല്ല, സിസ്റ്റർമാരിപ്പോ വന്ന് പോയാലേ ഉള്ളൂ. വാതിലൊക്കെ അടച്ചേരും. ആരും വരാനില്ലായിരിക്കും. ഇനിയും വരാനില്ലായിരുന്നൊന്നുമില്ല. ആയിരിക്കും ചിലപ്പോ. ഇപ്പൊ ആരും ഓർഡർ വഴിയല്ല. ഇനിയിപ്പൊ എല്ലാരും കിടന്ന് ഇന്നത്തെ പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴത്തേക്ക് കൊടുത്തുന്നു. പക്ഷെ അതെന്റെ കൊടയാ. അതെന്റെ കൊടയാ. അത് ശരി. ഇത് അത് ആ കൊട എന്റെ കൊടയാ. സിസ്റ്ററിന്റെ കൊട പേരും ഫോൺ നമ്പരും ഉണ്ട്. അതുകൊണ്ട് ഇത് അതല്ല ഞാൻ അതെവിടെ കൊട മാറിപ്പോയതായിരിക്കും. അവിടെ എല്ലായിരിക്കും വെച്ചത്. കൊട വേറെ വല്ലവരും കൊണ്ടുവരാത്തവർ എടുത്തോണ്ട് പോയി കാണും അറിയാതെ.
അങ്ങനെ 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 വല്ലതും സംഭവിച്ചു കാണും. ഇതിപ്പോ എന്നാന്ന് ചോദിച്ചാല് ഞാൻ കുടയുടെ കാര്യം മറന്നു. ഞാനപ്പോ പാൽപാത്രം മേടിച്ചോണ്ടെങ്കിൽ ലാസ്റ്റല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. വലിയൊരു മനുഷ്യൻ വന്നാൽ അത് അപ്പൊ എന്റെ കൈ കുടയില്ല. പാൽപാത്രം ഞാൻ അങ്ങോട്ട് അടുക്കളയിലോട്ട് വന്നു കുട എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ വരവ് നിന്ന് അതുകൊണ്ട് ഞാൻ കുട എടുത്തില്ല. നാളെ രാവിലെ പള്ളി പോകുമ്പോൾ തപ്പുമ്പോഴേ ഉള്ളു കുട കാണില്ല. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ തപ്പി എടുക്കും ഞാൻ എവിടുന്ന് എന്റെ കുടം നഷ്ടപ്പെട്ടു പോയെന്ന്. ഇവിടെ വന്ന് ഞാൻ കുട മാറി എടുത്തോണ്ട് പോയതാണോ കിടന്നോട്ട് പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയായിരുന്നു കുട. പക്ഷെ അവിടുന്ന് കുട ഞാൻ കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഈ കുട എന്റെ കുടയാന്ന് ഞാൻ പറയാം. എന്റെ കുടയുടെ കാലാന്ന് പറഞ്ഞു. ഇവിടെ സിസ്റ്റർ പറഞ്ഞ സിസ്റ്ററിന്റെ കുടയല്ല, സിസ്റ്ററിന്റെ കുടയുടെ പേരുണ്ടെന്ന്. സിസ്റ്ററിന്റെ പേര് ഉണ്ടെന്ന്. ചിലപ്പോ റിനി അവിടെയും കാണിയല്ല. റിനി എന്നാന്ന് ചോദിച്ചാൽ ഇവര് വേറെ വല്ലവരും അറിയാതെ എടുത്തോണ്ട് പോയി കാണുമായിരിക്കും. അല്ലെങ്കിൽ സിസ്റ്റർ വേറെ എവിടെയെങ്കിലും വെച്ചാൽ ഭയങ്കര ഇരുട്ടാ, ഒന്നും അറിയത്തില്ല. ഒരു മനുഷ്യൻ വന്നാലൊന്നും അറിയാം. അങ്ങനെ ആകാൻ മേലെ. സന്ധ്യയില്ലേ പിന്നെ ഇരുട്ടിയല്ലേ? നോക്ക് സന്ധ്യയായി, ഇരുട്ടാൻ തുടങ്ങി. ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ ശരി. ഒരു കുടക്കഥയായി. നാളെ ഞാൻ അയ്യോ കൊട്ടണ്ട, അയ്യോ എന്റെ കുട കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്നായാലും ദൈവം എന്റെ കുട അതിന് മുമ്പ് ഇങ്ങ് കൊണ്ടുപോകുന്നു. നീ പോയി കിടക്കാൻ നോക്കൂ. എവിടെ? എലിക്കുട്ടി കുരിശൊക്കെ വരച്ച് ഉറക്കം കഴിഞ്ഞ് ഏറ്റു പോകാനുള്ള എവിടെ വീട്ടോട്ട് പോകാം. ഉറക്കം കഴിഞ്ഞോ? നട്ടപ്പാതിരേക്കാണ് ഏറ്റു പോണേ? ഇവിടെ കിടക്കാനാ? നട്ടപ്പാതിരേക്കാണ് ഏറ്റു പോണേ? നട്ടപ്പാതിരേക്കാണോ ഏറ്റു പോണേ? ഉറക്കം കഴിഞ്ഞേറ്റോ നട്ടപ്പാതിരായില്ലേ? ഉറക്കം കഴിയുമ്പോഴേ നട്ടപ്പാതിര ആയില്ലേന്ന്. കട്ടപ്പനയല്ല, നട്ടപ്പാതിര. എനിക്കും അറിയത്തില്ല. അമ്മ പറഞ്ഞു ഒരു ഉറക്കം കഴിയുമ്പോ ഏറ്റു പോകാനുള്ളതെന്ന് പറഞ്ഞു. ഇനി അമ്മ ഒന്നും മനസ്സിലാക്കിയല്ല. അവിടെ ജോമ പൊക്കോ, അതായിരിക്കും നല്ലത്. ഞങ്ങള് കൊന്തയെല്ലാം പോവാ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. കുറച്ചൊക്കെ പറഞ്ഞില്ലേ അല്ലേ അമ്മേ? കുറച്ചൊക്കെ പറഞ്ഞില്ലേ? ഒറ്റ ഉറക്കത്തിന് നേരം വെളുക്കണം. ഓരോരുത്തർ കാര്യം ആലോചിച്ചെടുത്ത് ചെയ്യണം. അല്ലാതെ അവരോട് പറഞ്ഞിട്ട് എങ്ങനെയാന്ന് പറ്റിയല്ലോ. ഓരോരുത്തരുടെ അഭിപ്രായം ഓരോരുത്തരുടെ കയ്യിലായിരിക്കണം. അഭിപ്രായം അനുസരിച്ച് പോയാൽ മതി അല്ലേ? നീ കിടക്കാതെ. ഞാനോ? ഇവിടെ ഇതിനെ വിളിച്ചോണ്ട് പോവാ. അമ്മയുടെ മകനല്ലേ, സ്വന്തം മകനെ വിളിച്ചോണ്ട് പോയി കിടത്തി. നീ കിടക്കണില്ലേ? ഞാൻ മരുമകളല്ലേ, സ്വന്തം മകനെ ഒരു ദിവസം കൂട്ടുകിടത്തും. ഇതിനെ അമ്മ കൊണ്ട് ഒരു ദിവസം കൂട്ടുകിടത്തും. ഇതിനെ കൂട്ടുകിടത്തിക്കുന്നു. എങ്ങോട്ടാ പോണം? ഞാൻ പോണില്ല. പിന്നെ അമ്മ ഇതിനെ ഇന്ന് അവിടെ കിടത്തിക്കോളാന്നാ ഞാൻ പറഞ്ഞത്. ആരെയും കണ്ടു? ഈ ജോമോനെ. ജോമോനെ എന്തിനാ കിടക്കണം? അവൻ കിടക്കാൻ കൊടുത്തു, അവൻ കിടക്കും. ഇല്ലെന്നേ, അമ്മയുടെ മകനല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മയുടെ മകനല്ലേ? അതിലെന്നാ മകനൊക്കെ അവര് കിടക്കേണ്ടിട്ട് അവര് കിടക്കും, മറ്റുള്ളവർ കിടക്കേണ്ടിട്ട് മറ്റുള്ളവർ. അതാണ് അതിന്റെ മര്യാദ. മകനെ കൂടെ കിടത്തി നിർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. വൃത്തികെട്ട സ്വഭാവത്തിന് ഒന്നിനും ആക്കരുത്. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. കൂടെ കിടക്കേണ്ട പ്രായത്തിൽ കിടത്തിയല്ലേ? കൂടെ കിടത്തേണ്ട പ്രായത്തിൽ കിടത്തിയതാ. കൂടെ കിടത്തേണ്ട പ്രായത്തിൽ അമ്മ കിടത്തി. ഇനിയിപ്പോ കിടത്തേണ്ട പ്രായമൊന്നുമില്ല. അതിലെല്ലാവരും വന്നാൽ അറിയത്തില്ല. അത് ഇരുട്ടല്ലേ? ഇനിയിപ്പോ ഇരുട്ടത്തൊന്നും കാണാൻ പറ്റിയല്ലോ. ഇരുട്ടായില്ലേ? അത് ഇരുട്ടായി. വഴി സന്ധ്യയായില്ലേ? ഇരുട്ടായില്ലേ? ഇരുട്ടായി. ഇടയ്ക്ക് വെട്ടമുണ്ട്, ചുവപ്പ് കളറായിട്ട്. എവിടെ? അത് ചെറിയ വെട്ടമുള്ളൂ. ആ സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നതിൻ്റെയാ. അത് ഇവിടെ നോക്കിയാൽ കാണത്തൊന്നുമില്ല. കിടക്കാൻ എവിടെയാന്ന് നോക്കട്ടെ. കിടക്കാൻ പോണോ? പ്രാർത്ഥന ഇല്ലെന്നില്ലേ? കുരിശ് വരയ്ക്കുന്നില്ലേ? എല്ലാം അറിയാന്നേ. അവിടെയല്ല. പിന്നെ ഏലിക്കുട്ടിക്ക് എല്ലാം അറിയാം. ചുമ്മാ എന്റെ അടുത്ത് നമ്പർ ഇടുക. അവിടെ സുഖമില്ലേ? എന്നിട്ട് അവിടെയാണ്, അവിടെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടിരിക്കുക. ചൊറിയും പൊടിയും എല്ലാം ഒക്കെ ആയിട്ട് കിടക്കുക. അവിടെ ചെന്ന് കിടന്നാൽ ചൊറിയും. അവിടെ ഇവിടെ എല്ലാം തൂത്തിട്ടിരിക്കുക. ഇവിടെ കിടന്നാൽ ഒരു സുഖവും ഇല്ലെന്ന്. പ്രാർത്ഥന ഇല്ലെന്നില്ലേ? വലിച്ചു വെച്ചേക്കണല്ലേ? എന്തിനാ? അതെല്ലാം വലിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ.
എല്ലാം വലിച്ചു അടുപ്പിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ മോര് എലിക്കുട്ടി അല്ല പിന്നെ ആരാ? അത് പിന്നെ മാറ്റി മാറ്റി ഇടുമ്പം നീളം വീതം കുറവായിട്ട്. ആ ഇത് കുറവായിട്ടാണോ? എന്നാലും പിന്നെ അടുപ്പിച്ചിട്ടോ. ആ അത് വിട്ടുപോയി അവിടെ നിന്ന് കൊളുത്തേന്ന് കണ്ട അതാണ്. അത് വലിച്ചു പറിച്ച് വിട്ടുപോയി ഒരു കൊളുത്ത്, അതാണ് എടുക്കാത്തത്. കിടക്കണില്ലേ? ഇല്ല കിടക്കാറായില്ല, കിടക്കാൻ സമയമായില്ല. അങ്ങനത്തെ സമയമായിരുന്നാ പിന്നെ ആരും പട്ട ഏക്കാൻ പറ്റിയത്. സമയമാവട്ടെ. പിന്നെ ഏറ്റവും എന്തെല്ലാം ജോലി എടുക്കണം. ആ ജോലി എടുക്കണം, അല്ല പറ്റിയല്ല, സന്ധ്യ ആവുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ കിടക്കാൻ പോണ സമയല്ലേ? നീ കിടക്കാറായില്ലേ അവിടെ? അതല്ലേ കിടക്കാന്നാവും. ആർക്കാ? ആർക്ക് വേണേലും. ഞാൻ കിടന്നോട്ടെ? ഞാൻ കിടന്നേക്കാം, ഞാനിവിടെ കിടന്നേക്കാം. നീയോ? ആ അത് ആരാ പറഞ്ഞ കിടക്കട്ടെ? ആണോ? ഞാൻ എനിക്ക് കിടക്കാവോ? ആർക്ക് വേണമെങ്കിലും അവനവന് ഇഷ്ടമുള്ളവർക്ക് കിടക്കാം. ആണോ? പിന്നെ ആ എന്നാ ഞാനിന്ന് ഇവിടെ കിടന്നേക്കാം, എലിക്കോട്ട് കൂട്ട് കിടന്നേക്കാം, കുഴപ്പമില്ലല്ലോ. ഒന്ന് കിടന്നൊന്ന് ഒന്ന് വൈകിയാൽ മതിയാ, ഒന്നോ രണ്ടോ, അതിന് വേണ്ടിയിട്ട് ഇത് മാത്രം സമയം എടുക്കേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ആരാ വിളിക്കുന്നത്? പിള്ളേരാ. ആ ആരായിരിക്കും? ബാ ചെല്ലി. എന്നാ എനിക്ക് അവരുടെ ഓടി ഓടി ഒരു കുട്ടിക്കാ പോണം. ആരാണ്? ആരാ ഓടിച്ചല്ലേ നോക്ക്. ആരാ? പിള്ളേരാണ്. പിള്ളേരായിരിക്കും, എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. കട്ടായിപ്പോയോ? കട്ടായിപ്പോയല്ലോ. കട്ടായിപ്പോയോ? പിള്ളേരാ എവിടുന്നാ വിളിക്കാൻ? അതെ വിളിക്കണം. ഹലോ എന്നാ മോളെ? എന്നാ പറയണേ? എന്നാ മോള് പറയണേ? മര്യാദക്ക് പറയടി. ഇവിടെയുണ്ട്. തിരുവോമാൻ്റെ ജോമോന്റെ മകളാന്ന്. ആരാ ഇപ്പൊ സംസാരിക്കുന്ന ആ പെണ്ണ്? ആ ആയിക്കോട്ടെ. അതിനെന്നാ? അതിന്റെ പേരെന്താന്നറിയാവോ അമ്മയ്ക്ക്? എനിക്ക് ശരിക്കും അറിയിച്ചില്ല. അമ്മയുടെ അന്വേഷണം നടക്കുന്ന ഒരു പെണ്ണില്ലേ, ആ പെണ്ണാ. അതേതാ? അതുകൊണ്ട് ഞാനെപ്പോഴും അവിടെ വല്ലപ്പോഴും ഇല്ലാതോ. ആ കാണുന്നുള്ളൂ, പക്ഷെ പേരറിയാം. പറ. പേരെന്നാ? വിവീന. ആ വിവീനായാണോ മോള്? ആ പറയാം. വിവീനായാണോ വിളിക്കണേ? വിവീനായിക്ക് എന്നാ വിശേഷം? സുഖമാണോ? ആ പിന്നെ മകള് പഠിത്തമൊക്കെ കഴിഞ്ഞോ? അത് ശരി. ഇനി എത്ര നാളത്തെ പഠിത്തമുണ്ട്? എത്ര? 2? ആ എന്നാ ഞാൻ സംസാരിക്കാം ഇനി. എന്നാടി പറ. ജോമോ തന്നെ ഇവിടെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. എല്ലാരും പേരാ ജോമൻ, ജയിലിക്കുട്ടി, ജോമോൾ, എല്ലാവരും അവളങ്ങനെ വിളിക്കുള്ളൂ. ഞാനും ഇപ്പൊ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. എന്നാ ആ ലുലുമാളിൽ ഓഫർ ഉണ്ടെന്ന് ഞാൻ മേടിക്കാൻ. എന്നാന്ന് വെച്ചാ പോയി മേടിക്കാൻ. അങ്ങനെയൊക്കെ ഉള്ള എന്നാ ശനിയാഴ്ച ഞാൻ വരുമായിരിക്കും. ഇങ്ങോട്ട് വരുമോ? ശനിയാഴ്ച വരുമായിരിക്കുന്നു. ആ ലാപ്ടോപ്പൊക്കെ മേടിക്കാൻ അവന് കോളേജിൽ കൊണ്ടുപോകാൻ. അവന് നിന്നെ പോലെ അല്ല, പിശുക്കനാ. അതുകൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞൊക്കെ ചെലവാക്കുള്ളൂ. നീ ഇങ്ങോട്ട് ലോൺ എടുത്തോളാൻ പറയും, അവനങ്ങനെ പറയല.
പത്തിനൊക്കെ ജയിച്ചില്ലേ? അവള് മെഡിസിൻ കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കുക. പിന്നെ പിന്നെ രണ്ടുപേരും കൂടെ അങ്ങനെ ആയിപ്പോയാൽ ഞങ്ങൾ ഇവിടെ മുഴുവൻ വിൽക്കേണ്ട വരും. ഇനി അവൾക്ക് നല്ല ജോലി കിട്ടിയ ജോലിയിലായ കഴിഞ്ഞാൽ അവൾ രക്ഷപ്പെട്ടു. മുടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ മടുക്കും. അത് തന്നെ പഠിച്ചു പെട്ടെന്ന് ജോലി ആട്ടെ. കേക്കണ്ട. ഈ ശനിയാഴ്ച വരുമെന്നാണ് പറഞ്ഞേ. കാലാവസ്ഥ മാറും, അതാണ് തുടങ്ങും. ഞായറാഴ്ച പെരുന്നാൾ അവധി പറഞ്ഞിരിക്കുന്നേ. അപ്പൊ തിങ്കളാഴ്ചത്തേക്ക് ആക്കുവോ? ഇന്നാണ് എവിടെയാ? പള്ളിയില്. ഏതുപള്ളിയിലോ? പള്ളി പെരുന്നാളല്ല, വേറെ പോയായിരുന്നോ? കണ്ടോ? 7 തള്ളമാരോ? 7 തള്ളമാരൊന്നുമല്ല. പിന്നെ ആരാ? ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ടുണ്ട്. ആമ്പർത്തന്മാരും ഉണ്ട്. ആമ്പർത്തന്മാരും ഉണ്ട് അതിനകത്ത്. ഉണ്ട്. തള്ളമാര് കൂടുതൽ, തള്ളമാര് എണ്ണം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആണുങ്ങളെക്കാളും കൂടുതൽ ആമ്പർത്തന്മാരുണ്ടെന്നേ ഉള്ളൂ. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.